എറണാകുളം പറവൂരിൽ മാത്രം ആയിരക്കണക്കിന് ആളുകളാണ് പാതിവില തട്ടിപ്പിന് ഇരയായത്. ജനസേവാ ട്രസ്റ്റിന്റെ കീഴിലാണ് തട്ടിപ്പ് നടന്നത്. വണ്ടി വിതരണം ചെയ്ത പരിപാടികളിൽ ഹൈബി ഈഡൻ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരടക്കം പങ്കെടുത്തിരുന്നു. അഞ്ജലി ശ്രീജിത രാജ് വിവരങ്ങളുമായി. അഞ്ജലി, എന്താണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ? രാഷ്ട്രീയ നേതാക്കൾ, പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളടക്കം പങ്കെടുത്ത പരിപാടിയാണ്. ഇതിൽ ജനസേവാ ട്രസ്റ്റിന്റെ കീഴിലാണ് തട്ടിപ്പ് നടന്നതെന്ന് പറയുമ്പോൾ ഇത് അനന്തകൃഷ്ണന്റെ തട്ടിപ്പുമായി ബന്ധമുള്ളത് തന്നെയാണോ? അതെ, തീർച്ചയായും സ്മൃതി. ഇത് അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള തട്ടിപ്പിന്റെ ഇരയാക്കപ്പെട്ട അതേ ഒരു തട്ടിപ്പ് തന്നെയാണ് ഈ ജനസേവാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലും നടന്നിട്ടുള്ളത്. കാരണം ഈ ഒരു പരിപാടിയിൽ അനന്തകൃഷ്ണൻ സാന്നിധ്യം വഹിച്ചിട്ടുണ്ട്. കൂടാതെ ഇവരുടെ ഗ്രൂപ്പുകളിലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് എറണാകുളം പറവൂരിലുള്ള കോടതി വളപ്പിലാണ്. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ പരാതിയുമായിട്ട് എത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഏകദേശം ഒരു നൂറിലധികം ആളുകളാണ് ഈ ഒരു പാതിവില തട്ടിപ്പിനിരയായി പരാതികളുമായി എത്തിയിട്ടുള്ളത്. ഇവരെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. എങ്ങനെ ഇതിനെ നേരിടാം, അതായത് എങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് പോയ പൈസ തിരിച്ചു വാങ്ങാം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇവിടെ ഏകദേശം 100-ലധികം ആളുകളാണ് ഒത്തുകൂടിയിട്ടുള്ളത്. ഇവർക്കെല്ലാം പലതരത്തിൽ, അതായത് 2 വീലർ തട്ടിപ്പ് മാത്രമല്ല, 2 വീലറും കൂടാതെ ഗൃഹോപകരണങ്ങൾ, മൊബൈല്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി, അതായത് പല വസ്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഇവർ പണം നിക്ഷേപിച്ചിട്ടുള്ളത്. നിരവധി ആളുകളുണ്ട്. എങ്ങനെയാണ് ഈ ഒരു, അതായത് ജനസേവാ ട്രസ്റ്റിന് നിങ്ങൾ എങ്ങനെ ഈ വിവരം അറിഞ്ഞത്? ഈ ജനസേവാ ട്രസ്റ്റിൻ്റെ വിവരങ്ങൾ മൊബൈൽ ഗ്രൂപ്പുകളിലൂടെയാണ് നമ്മൾ അറിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ നിലവിലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. എങ്ങനെയാണ് വിശ്വാസത്തിലായത് ഇങ്ങനെ ഒരു തട്ടിപ്പിന് ഇത്തരത്തിൽ 2 വീലർ പകുതി വിലയ്ക്ക് കിട്ടുന്നുള്ളത്? ഇത് ജനസേവാ സമിതി ട്രസ്റ്റ് എന്നുള്ള രീതിയിലായപ്പോൾ തന്നെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ആദ്യം തന്നെ ഇതിനെ ചെയ്തത്. അതുപോലെ അവാർഡ് പോലെയുള്ള മറ്റ് പല സ്ഥലങ്ങളിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ വളരെ ജെനുവിനായിട്ട് 2 വീലറുകളായാലും അല്ലെങ്കിൽ സൈക്കിളായാലും മറ്റ് ഗൃഹോപകരണങ്ങളും കൊടുത്തത് നമ്മൾ കണ്ടും കേട്ടും അനുഭവസ്ഥരാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വിവിധങ്ങളായ രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മറ്റ് പല വലിയ കമ്പനികളിലേക്ക് ഒരു ഫണ്ടുകൾ, CSR ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ജെനുവിനിറ്റി തോന്നിയിട്ടാണ് നമ്മൾ വന്നത്. രാഷ്ട്രീയക്കാരൊക്കെ ഈ പരിപാടിയിൽ കണ്ടിരുന്നു, അതായത് വിതരണം ചെയ്യുന്ന പരിപാടികളിൽ? ഇത് 10,000-കണക്കിന് ഓർഡർ എടുത്തിട്ട് 100, 200, 300 പല സ്ഥലങ്ങളും കൊടുത്ത് നമ്മൾ വിശ്വസിക്കുന്ന കക്ഷി രാഷ്ട്രീയങ്ങളിൽ ഉള്ള പല ആളുകളും, ഭരിക്കുന്നവരായാലും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആയാലും നേതാക്കന്മാർ ഇതൊന്ന് വിതരണം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറേ കൂടി വിശ്വാസ്യത നേടിയെടുത്തിട്ടാണ് കൊടുത്തത്. നേതാക്കന്മാർ വന്നതായിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരുകൾ ഒരു സ്ഥലത്ത് വിതരണം ചെയ്യുന്നത് നമ്മൾ മൊബൈലിലൂടെ നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ ഹൈബി ഈഡൻ സാറ് കൊടുക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു മൊബൈലിലൂടെയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിശ്വാസ്യത നേടുകയാണ്. കാരണം നമ്മുടെയൊക്കെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ പോലും ഇതിനെ അനുകൂലിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ ചേരാനും പൈസ കൊടുക്കാനൊക്കെ ഇടയായത്. അതായത് 2 വീലർ ആയിരുന്നോ? എന്തിനാണ് നിക്ഷേപിച്ചത്? 2 വീലറിനാണ് കൊടുത്തിരുന്നത്. കുടുംബശ്രീ വഴിയും പിന്നെ പലിശയ്ക്കൊക്കെ പൈസ മേടിച്ചാണ് അംഗങ്ങൾ, ഇവിടെ ഞങ്ങൾ കൂടിയിരിക്കുന്ന അംഗങ്ങൾ കൊടുത്തിരുന്നത്. പലിശയ്ക്കൊക്കെ ആയിട്ടാണ് വാങ്ങിയിരുന്നത്. ഞങ്ങൾക്ക് ഇത് എങ്ങനെയും പൈസ തിരിച്ചു തരിക എന്നുള്ളതാണ്. ഇനി ഞങ്ങൾക്ക് വണ്ടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പൈസ ആയാലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്മൃതി, ഹൈബി ഈഡൻ, VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരാണ് ഈ 2 വീലർ വിതരണം ചെയ്യുന്നതും ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പരിപാടികളിൽ എത്തിയത്. അതാണ് ഇവർക്ക് കൂടുതൽ വിശ്വാസം തോന്നാനുള്ള കാരണമെന്നാണ് ഇവരെല്ലാം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഏകദേശം എത്ര പരാതികൾ ഈ പറവൂർ ഭാഗത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും? അന്വേഷിച്ചിടത്തോളം ഒരു 2400 പരാതികളാണ് കിട്ടിയിരിക്കുന്നതായിട്ടാണ് അറിവ് ലഭിച്ചിരിക്കുന്നത്. അതിൽ 4 FIR കഴിഞ്ഞ ദിവസം പറവൂർ സ്റ്റേഷനിൽ ഇട്ടിട്ടുണ്ട്, 1 FIR വടക്കേക്കര സ്റ്റേഷനിൽ ഇട്ടിട്ടുണ്ട്, 1 FIR വരാപ്പുഴ സ്റ്റേഷനിൽ ഇട്ടിട്ടുണ്ട്. ഇത് എല്ലാവർക്കും 2 വീലർ മറ്റ്, അതായത് ഗൃഹോപകരണങ്ങളൊക്കെയാണല്ലേ, എല്ലാവരും പൈസ കൊടുത്ത്. ഈ ഭാഗത്ത് ആർക്കെങ്കിലും ഈ കിട്ടിയിട്ടുണ്ട്, അതായത് 2 വീലറും ഈ ഗൃഹോപകരണങ്ങളും കിട്ടിയ ആളുകളുണ്ടോ? ചില ആളുകൾക്കൊക്കെ കിട്ടിയതായിട്ട് അറിവുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ആ കിട്ടിയിരിക്കുന്ന പൈസ ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നും പറ്റിച്ച് വാങ്ങിച്ചേക്കാണ്. അപ്പോൾ അവരും അതിൽ ഇൻവോൾവ്ഡ് ആവും. ജനസേവ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ അനന്തകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയല്ലേ? പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയാൽ അങ്ങനെയാണ്. പോസ്റ്ററിലൊക്കെ അതായത് അയാളുടെ ഫോട്ടോ ഒക്കെ കാണാനുണ്ട്. പിന്നെ ഈ വേദി അതിൽ ഈ പോസ്റ്ററിൽ കൊടുത്തേക്കണ അനന്തകൃഷ്ണൻ്റെ ഒരു പോസ്റ്ററിൽ ഒരു ഫോട്ടോയിലൊക്കെ അനന്തകൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ട്. ഇപ്പം നമ്മൾ അന്ന് ഈ പ്രശ്നം തുടങ്ങിയ അന്ന് മുതൽ ഈ JSSൻ്റെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ അനന്തകൃഷ്ണൻ അക്കൗണ്ടിൽ കാശ് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇതുവരെ നമുക്കതിന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്ക് സ്റ്റേഷനിൽ നിന്നാണെങ്കിലും അനന്തകൃഷ്ണൻ്റെ
പേരിൽ FIR ഇടണം എന്ന് പറയുമ്പോഴും നമുക്ക് അനന്തഭൂഷണൻ ഡയറക്റ്റ് യാതൊരു പരിചയവും ഈ കൂട്ടത്തിൽ ആർക്കും ഇല്ല. ഈ ജനസേവ ട്രസ്റ്റ് വരെ ഇതിന്റെ ഭാരവാഹികളൊക്കെ ആരാണ്? ഇതിന് എനിക്ക് കുറച്ചറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ ആകെ ഇപ്പോൾ ഞാൻ കണ്ടിടത്തോളം ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട്, 3 പേരുടെ ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട്. അത് മധു, മേരി CJ, ശശിധരൻ, ഇങ്ങനെ 3 അക്കൗണ്ടിലാണ് ആദ്യം ഫണ്ട് ഒരു ട്രാൻസ്ഫർ ചെയ്ത് മേടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 2024 5-ാം മാസമാണ് JSS എന്ന് പറഞ്ഞാൽ അതിനൊരു അക്കൗണ്ട് ഉണ്ടാവുന്നത്. പിന്നീടാണ് ആ അക്കൗണ്ടിലോട്ട് കാശ് ഇട്ടേക്കണത്. അതിൽ അനന്തഭൂഷൺ ഇവർ എത്ര കൊടുത്തിട്ടുണ്ടെന്നൊന്നും നമുക്ക് ഇതിൽ മറുപടി കിട്ടിയില്ല. അതിനൊക്കെ വേണ്ടിയാണ് നമ്മളിവിടെ മെയിനായിട്ട് കൂടിയാണ്. അതായത് ഇവർ അനന്തഭൂഷണ് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപ, അത് ഏത് അക്കൗണ്ടിൽ നിന്ന്, JSSൻ്റെ അക്കൗണ്ടിൽ നിന്നാണോ അല്ലെങ്കിൽ ആ ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്നാണോ? ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്ന് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവർ നമ്മളെ വെളിപ്പെടുത്തണ്ടേ? അഞ്ജലി, അറിയേണ്ടത് ഇവിടെ ഇപ്പോൾ എത്രത്തോളം പരാതിക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയണം. മാത്രമല്ല, ഇപ്പോൾ പറവൂർ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്. അവിടെ ഹൈബിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ചിത്രങ്ങൾ കാട്ടി വീഡിയോ കാണിച്ചു എന്നാണ് പറയുന്നത്. അല്ലാതെ ഇവർ പങ്കെടുത്ത പരിപാടിയിൽ, വാഹനങ്ങൾ നൽകുന്ന പരിപാടിയിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് അതിൽ കൂടി വ്യക്തത വേണം. പോലീസ് എന്താണ് പറയുന്നതും എത്ര പരാതികൾ അവിടെ കിട്ടിയിരിക്കുന്നു? പോലീസിന്റെ പരാതികൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് 4-5 പരാതികളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പറവൂർ സ്റ്റേഷനിൽ. കൂടാതെ മറ്റ് സ്റ്റേഷനുകളിലൊക്കെയാണ് ഇവരുടെ പരാതികൾ പോയിട്ടുള്ളത്. കൂടാതെ ഇപ്പോൾ ഏകദേശം, അതായത് ഈ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്നവരെല്ലാം അവർ കൊടുത്ത ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം, അതായത് ബാങ്ക് അക്കൗണ്ട് വഴി കൊടുത്തതിന്റെ രസീതുമൊക്കെ ആയിട്ടാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കോടതി വളപ്പിൽ ഇപ്പോൾ ഇവരെല്ലാവരും, അതായത് പരാതി രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ നിയമോപദേശം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതായത് 100 കണക്കിന് ആളുകളാണ് ഈ ഒരു കോടതി വളപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവരെല്ലാം ഇവിടുന്ന് പരാതി രജിസ്റ്റർ ചെയ്യുകയാണ്, പരസ്പരം നമ്പർ കണക്ട് ചെയ്യാൻ. കാരണം എല്ലാവരും ഇവിടെ വരുമ്പോഴാണ് ഇത്രയും ആളുകൾ, അതായത് തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് ഇവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ പണം തിരിച്ചു കിട്ടുമോ എന്നുള്ള അഞ്ജലി, ആ ചിത്രങ്ങൾ വീഡിയോ കാണിക്കുകയാണോ അതോ ഇവർ പങ്കെടുത്ത പരിപാടിയിൽ ഈ നേതാക്കൾ ഉണ്ടായിരുന്നു? അതായത് സ്മൃതി, ഇത് ആദ്യഘട്ടത്തിൽ കുറച്ച് 2 വീലറുകൾ, ഈ 1000 2 വീലറിൻ്റെ അപേക്ഷ ക്ഷണിക്കുന്നു. അവിടെ കുറച്ച് 2 വീലറാണ് ആദ്യഘട്ടത്തിൽ, ഒരു 10 2 വീലറുകളൊക്കെ വിതരണം ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ലഭിച്ചൊരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പറവൂർ ഭാഗത്തുള്ള ഒരു ലോക്കൽ ചാനലിലുള്ള ഒരു വീഡിയോ ആണ്, അവർ സംപ്രേഷണം ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലാപ്ടോപ്പ് നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ ആണ് പിന്നീട് പ്രചരിക്കുന്നത്. ഇതൊക്കെ ഇവരും കാണുന്നുണ്ട്. ഇപ്പോൾ ഇവർ തന്നെ ഒരു വാട്സപ്പ് കൂട്ടായ്മതാക്കുന്നു. ഇവർ കയ്യിലുള്ള എന്തൊക്കെ തെളിവാണ്, അഞ്ജലി ഇപ്പോൾ തന്നെ അത് പറഞ്ഞ വ്യക്തിയോട് വ്യക്തത വരുത്തും. അതായത് ഒരു പരിപാടിയിൽ ഭാഗമാകാൻ പോകുമ്പോൾ വീഡിയോ കാണിച്ചു തന്നിട്ട് ശരി അതിൽ പങ്കുചേരാം എന്ന രൂപത്തിൽ പോകും. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ ആരാണ് കാണിച്ചു കൊടുത്തത്, അതിലൊരു വ്യക്തത ഒന്ന് അവരോട് തന്നെ ചോദിച്ചെടുക്കാം. എങ്ങനെയാണ്, അതായത് രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ എങ്ങനെയാണ് മനസ്സിലായത്? അതായത് രാഷ്ട്രീയക്കാരുടെ ഇടപെടലല്ല, ഇതിൽ ഈ AN രാധാകൃഷ്ണന്റെ ഫ്ലെക്സ് ആണ്. കേരളത്തിൽ പ്രധാനമായിട്ട് വരാപ്പുഴ, വടക്കേക്കര മേഖലകളിലൊക്കെ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന രാധാകൃഷ്ണന്റെയും അനന്തകൃഷ്ണന്റെയും ഫോട്ടോ ആണ് ഏറ്റവും കൂടുതൽ ഈ നാട്ടിൽ ഫ്ലെക്സ് വെച്ചേക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു 10-25 ആൾക്കാർക്ക് വണ്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ സഹോദരിമാരുൾപ്പെടെയുള്ള ഈ അമ്മമാരുൾപ്പെടെയുള്ള എല്ലാവരും ഒരു ജോലിക്ക് പോവുക, ആ ഒരു ആവശ്യത്തിലേക്ക് വേണ്ടി എങ്ങനെയെങ്കിലും പണം സ്വരുക്കൂട്ടിക്കൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള പണം സ്വരുക്കൂട്ടി നൽകിയത്. ഇതിൽ രാധാകൃഷ്ണൻ കേന്ദ്രത്തിന്റെ പദ്ധതി, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരുന്നു, നരേന്ദ്രമോദിയുടെ ഫണ്ട്, ആ രീതിയിലാണ് നമ്മുടെ പറവൂരിലെ ആയിരക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ ഒരു വിഷയം എത്തിയത്. അങ്ങനെയാണ് ആൾക്കാർ, അപ്പോൾ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി ചിത്രം കാണുമ്പോൾ പ്രധാനമന്ത്രിയാണ്, സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിന്റെ ഫണ്ടാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഫണ്ട് നമുക്ക് കിട്ടും, പകുതി കാശാണ്, ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് പലരും ഇതിൽ പണം നൽകി വണ്ടിയിൽ ലഭിക്കുന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് കഴിഞ്ഞ 1.5 ആഴ്ച കാലമായിട്ട് കേരളത്തിനെ ഈ ഭീതിയിലെത്തിക്കൊണ്ട് പറവൂരിൽ മാത്രം 1200-ലധികം പരാതികളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഒരു 150-200 പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായ ഒരു 200-ലധികം ആൾക്കാർ. വളരെ മാനസികമായി തകരുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇവിടുത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും ഉൾപ്പെടെ ഇവിടെ അനുഭവം വന്നിരിക്കുന്നത്. ഈ രാഷ്ട്രീയക്കാരെ ആരെങ്കിലും ഒക്കെ ഈ ഒരു പരിപാടിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു? അത് എങ്ങനെയായിരുന്നു നിങ്ങളിലേക്ക് എത്തി? ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഓരോ പരിപാടികൾ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ കൊടുക്കാൻ കാരണം. ഇത് രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടു. ഞങ്ങൾ BJP-ക്കാരെയാണ് മൊത്തമായിട്ട് കണ്ടേക്കണത്. പിന്നെ മധു ഡോക്ടറെ കണ്ടിട്ടുണ്ട്, ഓരോ ഹെക്സിലാണ് കണ്ടേക്കണത്. ഞങ്ങൾ എന്നിട്ട് 62 കൊടുത്തിട്ടുമുണ്ട്. 1 വർഷമാകുമ്പോൾ ഏപ്രിൽ 4-ാം തീയതിയാണ് ഞങ്ങൾ പൈസ കൊടുത്തത് തന്നെ. 2 വീലർ ലഭിച്ച ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞു, കിട്ടിയെന്ന് പറഞ്ഞു, ആദ്യത്തെ കിട്ടിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാൻ തന്നെ കാരണം ഉണ്ടായത്. ഈ
ഈ നിങ്ങൾ ആരെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതായത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുണ്ടെന്ന് ഇങ്ങനെ ഉറച്ചു പറയുന്നത്? രാഷ്ട്രീയക്കാരുടെ ഇടപെടലുണ്ടെന്ന് ഉറച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ വഴിനീളെ നമ്മൾ ഫ്ലക്സുകൾ കാണുന്നുണ്ട്. ഈ പല സ്ഥലങ്ങളിൽ വിതരണം ചെയ്ത സ്ഥലത്ത് നമ്മൾ അതിൻ്റെ വീഡിയോകൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഇതിലുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അവരുടെ നമുക്ക് അയച്ചു തന്നെയുണ്ട് ഇവരുടെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത്. അതിന് ഓരോ ഉദ്ഘാടനത്തിന് ഇപ്പോൾ വരാപ്പുഴ ഉണ്ടായിരുന്നു, കൂനമ്മാവ് ഉണ്ടായിരുന്നു, പിന്നെ ഞാറയ്ക്ക ഉണ്ടായിരുന്നു. ഇവിടെ ഉദ്ഘാടനത്തിൻ്റെ വണ്ടി വെച്ചേക്കണം, ഫോട്ടോ അടക്കം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ ജൈസസിൻ്റെ. അതിന് ഇന്ന സ്ഥലത്ത് ഇത്ര മണിക്ക് ഇത്ര പേര് വരണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോ ഹൈബിയിടണം. പ്രതിപക്ഷ നേതാവും പിന്നെ കുറേ എല്ലാ മെമ്പേഴ്സൊക്കെ കൂടി നിന്നിട്ട് പഞ്ചായത്ത് ചെയർപേഴ്സൺ, മുനിസിപ്പാലിറ്റിയുടെ അവരൊക്കെ നിന്നിട്ടാണ് ഈ ഉദ്ഘാടനം നടത്തി. ഏത് പരിപാടിയിൽ അങ്ങനെ ചേച്ചി കണ്ടിട്ടുണ്ടോ? ഫോട്ടോ കണ്ടിട്ടുള്ളൂ, അതിനകത്ത് ഞാൻ ഇതിന് വന്നില്ലേ. കാരണം ഞാൻ ഫോട്ടോ എന്ന് പറയുന്നത് ഇവർ വിതരണം ചെയ്യുന്ന ഫോട്ടോ. വിതരണം ചെയ്യുന്ന ഫോട്ടോ, വണ്ടി വെച്ചിട്ട് താക്കോലടക്കം കൊടുക്കണ ഫോട്ടോ വെച്ചിട്ട്. ഏതിൻ്റെ ജേസസിൻ്റെ ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയതാണ്. ടോക്കൺ കിട്ടിയപ്പോൾ അവിടെ 10-50 വണ്ടികളുണ്ടായിരുന്നു ടോക്കൺ കിട്ടിയിട്ട്. അന്ന് ചെന്നന്ന് ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയിട്ട് ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. ചോദിക്കുമ്പോൾ അവർ പറയും ഭയങ്കര തിരക്കാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചീത്ത പറയാറ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വിതരണം ചെയ്യുന്നു സാധിക്കുന്ന എല്ലാവരും പങ്കെടുക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ പരസ്യങ്ങളും അതിൻ്റെ വീഡിയോസും പങ്കെടുത്തതും പങ്കെടുക്കാത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ പോസ്റ്ററുകളൊക്കെ കാണാറുണ്ട്. പങ്കെടുത്ത ആളുകൾ ഇതിലെവിടെയുണ്ട്, അവരോട് ചോദിച്ചാൽ അവർക്ക് നിങ്ങളെല്ലാവരും ചേർത്ത ഒരു ഗ്രൂപ്പിലാണ് ഈ ഒരു രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്ത ഫോട്ടോ വീഡിയോ തുടങ്ങിയ നേരിട്ട് പങ്കെടുത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരോട് ചോദിച്ചോളൂ മാഡം. എന്താണ് നിങ്ങളൊരു തത്തപ്പള്ളിയിൽ വെച്ച് ലാസ്റ്റ് ഒരു ഞാൻ യമഹയുടെ വണ്ടി ബുക്ക് ചെയ്ത് എൻ്റെ നമ്പർ സീരിയൽ നമ്പർ അനുസരിച്ച് 33 ആണ്. 30 വരെയുള്ള വണ്ടികളൊന്നും കൊടുത്തായിരുന്നു. അന്ന് അവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഹൈബീഡനൊക്കെ ഉണ്ടായിരുന്നു. എവിടെയാ വെച്ചെന്ന് പരിപാടി? ഒരു തത്തപ്പള്ളിയിലൂടെ വെച്ചൊരു ഹോളിൽ വെച്ചത് ഹൈബീഡനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം നമുക്ക് സംസാരിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തു? പുള്ളി ഈ CSR ഫണ്ട് നമ്മുടെ അടുത്ത് ഇവര് പറഞ്ഞ കഥകൾ തന്നെയാണ് ഹൈബിയും പറഞ്ഞു. നമ്മുടെ CSR ഫണ്ട് വഴി തന്നെയാണ് ഈ ഒരു വിതരണം എന്ന് തന്നെയാണ് ഹൈബീഡൻ പറഞ്ഞതാണ്. ഇതിൽ തന്നെയാണ് പ്രസംഗിച്ചത് പറഞ്ഞത്. താങ്കൾ അത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. സ്മൃതി, ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളും, അതായത് ഈ ആദ്യഘട്ടത്തിൽ ഈ കുറച്ച് 2 വീലറുകൾ വിതരണം ചെയ്ത സ്ഥലത്ത് പങ്കെടുത്ത ആളുകളും പറയുന്നത് ഹൈബി ഈഡനും കൂടാതെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ AN രാധാകൃഷ്ണൻ തുടങ്ങിയ ആളുകളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ്. ശരി അഞ്ജലി, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് അതിന്റെ വിശ്വാസ്യത നാട്ടുകാർ സംശയിക്കാതിരുന്നത്. ഇപ്പോൾ ഹൈബി ഈഡൻ പങ്കെടുത്ത പരിപാടി അത് CSR ഫണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് വിശ്വസിച്ചിരുന്നത് എന്നാണ് ആ പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തി പറഞ്ഞത്. ഏതായാലും പരാതിക്കാർ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നവരുടെ വിവിധ പ്രതികരണങ്ങളാണ് കണ്ടത്.